ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിമ്പിൾ PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേരളത്തിലെ നദികൾ എന്നുള്ളത്. ഇന്ന് നമ്മൾ കേരളത്തിലെ നദികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് പെരിയാറിനെ കുറിച്ചറിയാം. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. പെരിയാർ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നുമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നാണ് പെരിയാറിനെ വിളിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ. ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയും പെരിയാർ തന്നെയാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറിനെയാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരമ്പുഴയും നല്ലതണ്ണിയും കുണ്ടളയും. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറ്. പെരിയാർ ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കി, എറണാകുളം എന്നിവ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പെരിയാർ എന്നാണ്. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നിവ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാർ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി എന്നുള്ളതിന് ഉത്തരവും പെരിയാർ തന്നെയാണ്. പെരിയാറിൻ്റെ തീരത്തുള്ള പ്രശസ്തമായ സ്ഥലങ്ങളാണ് മലയാറ്റൂർ പള്ളി, ആലുവ അദ്വൈത ആശ്രമം, പെരിയാർ വന്യജീവി സങ്കേതം, കാലടി ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. ആലുവ പ്രസിദ്ധമായ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നതും പെരിയാറിൻ്റെ തീരത്ത് തന്നെയാണ്. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി എന്ന് ചോദിച്ചാലും പെരിയാർ തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി എന്നുള്ളതിൻ്റെ ഉത്തരവും പെരിയാർ തന്നെയാണ്. പെരിയാറിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്കൊന്നും കൂടി ചർച്ച ചെയ്യാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ നദി, ചൂർണി എന്ന പരാമർശമുള്ള നദി, കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാർ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. ആലുവയിലെത്തുമ്പോൾ പെരിയാർ രണ്ടായി പിരിയുന്നു. മാർത്താണ്ഡംപുഴ എന്നും മംഗലംപുഴ എന്നുമാണ് അറിയപ്പെടുന്നത്. പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് AD 1341 വെള്ളപ്പൊക്കം. പെരിയാർ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. പെരിയാറിൽ 1924 വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേരാണ് 99 വെള്ളപ്പൊക്കം. അതിന് കാരണം മലയാള മാസം 1099 ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ 1924 വെള്ളപ്പൊക്കത്തെ 99 വെള്ളപ്പൊക്കം എന്ന് നമ്മൾ പറയുന്നു. പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളാണ് തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും. രണ്ട് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ്. ഒന്ന് തേക്കടി വന്യജീവി സങ്കേതവും മറ്റൊന്ന് തട്ടേക്കാട് പക്ഷി സങ്കേതവും പെരിയാറിൻ്റെ തീരത്തുള്ളതാണ്. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകളാണ് മുല്ലപ്പെരിയാർ ഡാം, ഇരട്ടയാർ, ഭൂതത്താൻകെട്ട്, കുണ്ടള, മാട്ടുപ്പെട്ടി, ഇടുക്കി, ചെറുതോണി ഡാം, കുളമാവ് ഡാം, ലോവർ പെരിയാർ, ഇടമലയാർ ഡാം, ചെങ്കുളം, ആനയിറങ്കൽ, പൊന്മുടി ഡാം. ഇതെല്ലാം പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകളാണ്. ഇതെല്ലാം നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഇതിലേതൊക്കെയാണ് ഉള്ളത്, ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ ആൻസർ ചെയ്യാൻ സാധിക്കണം. പെരിയാറിനെ കുറിച്ചുള്ള ബേസിക് ഫാക്ട്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് ഭാരതപ്പുഴയെക്കുറിച്ച് പഠിക്കാം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്ററാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനിയാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ.
ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയ വ്യക്തിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം തിരുനാവായ. പ്രസിദ്ധമായ മാമാങ്കം ആഘോഷം നടക്കുന്ന സ്ഥലമാണ് തിരുനാവായ. തിരുനാവായ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. നിളയുടെ കഥാകാരൻ. നിള എന്ന് പറയുന്നത് എന്തിനെയാണ്? ഭാരതപ്പുഴേനെയാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MD വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി P കുഞ്ഞിരാമൻ നായരും. അപ്പോൾ നിളയുടെ കഥാകാരൻ MD വാസുദേവൻ നായരും നിളയുടെ കവി എന്ന് പറയുന്നത് P കുഞ്ഞിരാമൻ നായരുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. മലമ്പുഴ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിള, പേരാർ, പൊന്നാനിപ്പുഴ. നിള, പേരാർ, പൊന്നാനിപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് കുഞ്ചൻനമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറുതുരുത്തി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ശബരിമല ഇടത്താവളമായ മിനി പമ്പ ഇത് ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂര്. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദികളാണ് കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടമാണ് ഭാരതപ്പുഴയുടെ നദീതടം. ഏകദേശം 6186 ചതുരശ്ര കിലോമീറ്ററാണ്. ഇതിൽ 4400 ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലും ബാക്കി 1786 ചതുരശ്ര കിലോമീറ്റർ തമിഴ്നാട്ടിലുമാണ്. നിളാതീരത്ത് പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നതും ഭാരതപ്പുഴയിൽ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ എവിടെയാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ്, മലമ്പുഴ അണക്കെട്ട്. ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ് നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നിവ. ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന കവിതയിൽ നിളയെപ്പറ്റിയുള്ള 2-3 വരികളുണ്ട്. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലമായൊരൊഴുക്കുചാലായി. ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം എന്ന കവിതയിലെ വരികളാണ് ഇവ. ഇത്രയുമാണ് നമുക്ക് ഭാരതപ്പുഴയെക്കുറിച്ച് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതിൽ നിന്നുമായിരിക്കും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയായ പമ്പയെക്കുറിച്ചിട്ടാണ്. പമ്പ നദിയുടെ ആകെ നീളം 176 കിലോമീറ്ററാണ്. പീരുമേട്ടിലെ പുളിച്ചിമലയിൽ നിന്നുമാണ് പമ്പയുടെ ഉത്ഭവം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ. വേമ്പനാട്ടുകായലാണ് പമ്പ നദിയുടെ പതനസ്ഥാനം. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത്. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദീ തീരത്താണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പമ്പ അറിയപ്പെടുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നതും പമ്പയാണ്. തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. അച്ചൻകോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വീയപുരം. പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് അച്ചൻകോവിലാർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്ത്. അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നതും പമ്പാ നദിയുടെ തീരത്താണ്. പമ്പാ നദിയിലെ ഒരു പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. അപ്പോൾ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ പമ്പാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരമാണ് പമ്പ. വേദകാലത്ത്
സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരമാണ് പമ്പാ നദി. പമ്പാ നദിയിലെ വള്ളംകളികളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി അല്ലെങ്കിൽ നീരേറ്റുപുറം വള്ളംകളി എന്നിവ. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങളാണ് റാന്നി, കോഴഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ എന്നിവ. അപ്പോൾ പമ്പയെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി, പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ, പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്ത്. ദക്ഷിണ ഭഗീരഥി ബാരിസ് എന്നറിയപ്പെടുന്നത് പമ്പ. തിരുവിതാംകൂറിലെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ആയ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്ത്. ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്ത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പയിലാണ്. ശബരി ഡാം, കക്കാടി ഡാം എന്നിവ പമ്പാ നദിയിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഇവയെല്ലാം പമ്പയെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇതുവരെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 3 നദികളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. എല്ലാവരും വീഡിയോ കാണുക, വീണ്ടും വീണ്ടും കേട്ട് പഠിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്